നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സ് എന്ന് പറയുന്നത്, നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയെ നിങ്ങൾക്ക് വിശ്വസിക്കാമോ, നല്ലൊരു പേഴ്സണാലിറ്റി ഉള്ള വ്യക്തിയാണോ എന്നും നിങ്ങളുടെ ബന്ധത്തിൽ എന്ത് മിറാക്കിളാണ് വരാൻ പോകുന്നതെന്നുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ എനർജിയെ കണക്റ്റ് ചെയ്യുക. നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണോ റീഡിങ്സ് കാണുന്നത് ആ ഒരു വ്യക്തിയുടെ ഫേസ് മനസ്സിലേക്ക് ഓർമ്മിച്ചുകൊണ്ട് അവരുടെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾ റീഡിങ്സ് കാണാൻ ശ്രമിക്കണം. നിങ്ങൾക്ക് കാര്യങ്ങൾ റെസനേറ്റ് ആവാനും നല്ലൊരു ഇൻഫർമേഷൻസ് ലഭിക്കാനും, അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയുമായിട്ടുള്ള ബന്ധത്തിൽ നിങ്ങൾക്ക് എന്താണോ നെക്സ്റ്റ് വേണ്ടത്, ആ ഒരു റിലേഷനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് എന്താണോ എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് ആ കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിൽ അഫർമേഷൻസ് രൂപത്തിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹം, ഒരിക്കലും നെഗറ്റീവ് വേഡ്സുകൾ അഫർമേഷൻസിൽ എഴുതരുത്. തേർഡ് പാർട്ടി എന്നോ ചതിച്ചു എന്നോ നശിക്കുമെന്നോ ഒരു നെഗറ്റീവ് വേഡ്സും എഴുതാതെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആ ഒരു കാര്യം എക്സ്പീരിയൻസ് ചെയ്യുന്നു, എന്നിലേക്ക് വന്നതിനും ഞാൻ ഏറ്റവും സന്തോഷവും സമാധാനവുമായിട്ട് ആ ഒരു സ്നേഹമാണെങ്കിലും ആ ഒരു പ്രസൻസ് ആണെങ്കിലും ആസ്വദിക്കുന്നതിനും ഞാൻ പ്രപഞ്ചത്തോട് നന്ദിയുള്ളവളായിരിക്കുമെന്ന് നിങ്ങൾ അഫർമേഷൻസ് എഴുതുക. നിങ്ങളുടെ ബന്ധത്തിൽ 100% നിങ്ങൾക്ക് 30 ദിവസത്തിനുള്ളിൽ മാറ്റം വരും. നിങ്ങൾ ഹാർട്ട് ടച്ച്, അതായത് ഹൃദയത്തിൽ തൊട്ട് തന്നെ അത് എഴുതുകയാണെങ്കിൽ, വെറുതെ എനിക്ക് വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇതിനു വേണ്ടിയിട്ടോ നടക്കുമെങ്കിൽ നടക്കട്ടെ എന്ന് ചിന്തിച്ച് ഒരിക്കലും എഴുതരുത്. നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്യുന്നു, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ആ ഒരു കാര്യം നിങ്ങൾക്ക് തിരിച്ച് കിട്ടി എന്ന ആ ഒരു നിറഞ്ഞ മനസ്സോടെ എക്സ്പീരിയൻസ് ചെയ്ത് നിങ്ങൾ അഫർമേഷൻസുകൾ എഴുതുക. ഇത് ബുക്കിലാണെങ്കിലും നിങ്ങൾക്ക് എഴുതാം, നമ്മുടെ കമൻസിലാണെങ്കിലും എഴുതുക. തീർച്ചയായിട്ടും ലൈഫിലേക്ക് കണക്റ്റഡ് ആകും. അതുപോലെ ഇന്ന് നമുക്ക് ഈ ഒരു റീഡിങ്സ് എടുക്കാൻ സാധിച്ചതിലും അത് നിങ്ങളിലേക്ക് എത്തിച്ചേർന്നതിലും നമ്മൾ ഡിവൈനോട് നന്ദി പറയണം. ഗ്രാറ്റിറ്റ്യൂഡ് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടന്നാൽ, ഓരോ നിമിഷത്തിലും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ തയ്യാറായാൽ നമുക്ക് ഓരോ നിമിഷം ലഭിക്കുന്ന ആ ഓരോ സന്തോഷകരമാണ് ഹാപ്പിനെസ് നിറഞ്ഞ ഓരോ കാര്യങ്ങൾക്കും, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞാൽ നമുക്ക് ഡിവൈൻ ഒരുപാട് വലിയ കാര്യങ്ങൾ ഇട്ട് തരും നന്ദി പറയാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. താങ്ക് യു യൂണിവേഴ്സ് എന്നോ താങ്ക് യു ഏഞ്ചൽസ് എന്നോ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഈ ഒരു ബന്ധത്തിലൊരു മാറ്റമാണ്. അപ്പം നിങ്ങൾ വളരെയധികം ക്ലിയർ ആയിട്ട് അഫർമേഷൻസ് എഴുതുക. പ്രപഞ്ചത്തിൽ പരിപൂർണമായിട്ടും ഞാൻ വിശ്വസിക്കുന്നു, ഇന്ന രീതിയിൽ എൻ്റെ ജീവിതത്തിൽ വരുത്തിയ മാറ്റം എന്തൊക്കെയാണോ നിങ്ങൾ ആ ഒരു വ്യക്തിയിൽ നിന്ന് തുടർന്ന് ആഗ്രഹിക്കുന്നത്, ആ കാര്യങ്ങൾ എനിക്ക് നൽകിയതിൽ ഞാൻ പ്രപഞ്ചത്തോട് നന്ദിയുള്ളവനാകുന്നു. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു ഏഞ്ചൽസ് എന്ന് നിങ്ങൾ അഫർമേഷൻസ് എഴുതാൻ പഠിക്കുക. നിങ്ങളത് നിറഞ്ഞ മനസ്സോടെ എഴുതുക. നമുക്കിതിനകത്ത് പറയാനുള്ളത്, ഒരുപാട് സംസാരിച്ച് കളയേണ്ട സമയം, എന്നാലും പറഞ്ഞറിയിച്ചില്ലെങ്കിൽ നിങ്ങളത് തെറ്റിച്ചേ ചെയ്യുള്ളൂ. നെഗറ്റീവ് വേഡ്സുകൾ ഉപയോഗിക്കരുത്. ആഗ്രഹത്തോടു കൂടി നമുക്കത് ലഭിച്ചു എന്ന് മനസ്സിൽ തട്ടി തന്നെ നമ്മളത് എഴുതാൻ ശ്രമിക്കണം. ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാനും മറ്റു കാര്യങ്ങളും നമുക്കിതിനകത്ത് ഇന്നർ വർക്കുകൾ ചെയ്യാൻ പറ്റാത്തവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യുക. എപ്പോഴെങ്കിലും കാലം നിങ്ങൾക്ക് അർഹതയുള്ളത് കൊണ്ടുതരും. അതല്ല, നമ്മളിൽ മാറ്റം വരുത്താൻ നമ്മൾ തയ്യാറാണെങ്കിൽ പ്രകൃതി നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങളിലും മാറ്റം വരുത്തി തരും. അപ്പം നിങ്ങൾ അതിനനുസരിച്ച് കാര്യങ്ങൾ കാണുക കേട്ടോ. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഈ ഒരു പേഴ്സണെ വിശ്വസിക്കാവുന്നതാണോ എന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് വരാൻ പോകുന്ന മിറാക്കിൾ എന്താണെന്നുമാണ് നമ്മൾ നോക്കുന്നത്. തീർച്ചയായിട്ടും ജഡ്ജ്മെൻറ്റാണ് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് കേട്ടോ. 2ൻ്റെ എനർജിയാണ് വളരെ ശക്തമായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. വളരെ സ്ട്രോങ് ആയിട്ട് കാര്യങ്ങളെ കാണുന്ന, വ്യക്തതയോടുകൂടി കാര്യങ്ങളെ മനസ്സിലാക്കുന്ന ഒരു എനർജീനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ. മാത്രവുമല്ല, ഒരു മിഥ്യാധാരണ, എപ്പോഴും ഒരു എന്താ പറയുക, നമ്മൾ ചെയ്യുന്നതിനെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മൾ എതിലെയാണ്, എങ്ങനെയാണ് പോകുന്നതെന്നുള്ള ഒരു ക്ലാരിറ്റി കുറവും നമുക്കിതിനകത്ത് ഈ ജഡ്ജ്മെൻറ്റിൽ ഉണ്ടാകും. ഒരു 3 എനർജി, ചന്ദ്രൻ്റെ പ്രസൻസാണ് 2 എന്ന് പറയുന്ന എനർജിയിൽ വരുന്നത്. അതിന് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്, എപ്പോഴും നമ്മളെ ഇട്ട് കളിപ്പിച്ചുകൊണ്ടിരിക്കും. നമുക്കൊരു ക്ലാരിറ്റി തരാതെ
പോകുന്നൊരു കാര്യമാണ്. പക്ഷേ നമ്മൾക്ക് ജഡ്ജ്മെൻറ്റിന് അർഹതയുള്ളവരാണ്. പക്ഷേ നമുക്ക് ജഡ്ജ്മെൻറ്റ് കിട്ടുക എന്നത് വളരെ ഡിഫിക്കൽറ്റി ആയിരിക്കും. കാരണം കുറച്ച് കർമ്മ നേരിടേണ്ടി വരുന്ന അല്ലെങ്കിൽ കർമ്മ അനുഭവിക്കേണ്ട വ്യക്തികളുടെ പ്രസൻസാണ് നമുക്ക് ഈ ഒരു എനർജിയിൽ കണക്ട് ചെയ്ത് നിൽക്കുന്നത് കേട്ടോ. ഫസ്റ്റത്തെ കാർഡ് ജഡ്ജ്മെൻറ്റ് ആയതുകൊണ്ട് ഈ ഒരു റിലേഷനെ സംബന്ധിച്ച് നിങ്ങളുടെ ലൈഫിൽ കാലം അനുകൂലമാകാൻ തുടങ്ങുന്ന ഒരവസ്ഥയാണ് കേട്ടോ കാണുന്നത്. അതായത് വീൽ ഓഫ് ഫോർച്യൂണിൻ്റെ എനർജി നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ട്. കാലം അനുകൂലമാകുന്ന സിറ്റുവേഷൻസിലേക്ക് ലൈഫ് മാറാൻ പോകുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ എന്താണോ പ്രാർത്ഥിക്കുന്നത്, നിങ്ങൾ എന്താണോ അഫർമേഷൻസ് എഴുതുന്നത്, ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അതാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് കേട്ടോ. അതിനപ്പുറം നമുക്ക് ഇതിനകത്ത് ഒന്നും പറയാൻ പറ്റില്ല. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു എനർജിയിലാണ് നിൽക്കുന്നത്. തീർച്ചയായിട്ടും ജഡ്ജ്മെൻ്റ് ഉണ്ട്. ആ ഒരു നീതി എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നതാണ്, നിങ്ങൾ ചോദിക്കുന്നതാണ് പ്രപഞ്ചം നിങ്ങൾക്ക് നൽകാൻ പോകുന്ന ഒരു എനർജി എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. തീർച്ചയായിട്ടും ശക്തമാകുന്നൊരു നീതി നടപ്പിലാക്കപ്പെടുന്നുണ്ട്. അതായത് നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ ഒരു മാറ്റം വരുത്തുന്നു. നിങ്ങളുടെ ചിലപ്പോൾ നിങ്ങൾ വളരെയധികം അടിമപ്പെട്ട് വളരെ താഴ്ന്ന് നിന്ന് കൊടുത്ത വ്യക്തികളാണ്, അവരുടെ മുമ്പിൽ എപ്പോഴും യാചിച്ച് നിന്ന വ്യക്തികളാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഫസ്റ്റ് കിട്ടുന്ന ഒരു ജഡ്ജ്മെൻ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സണാലിറ്റി ഹയർ ലെവലിലേക്ക്, ഒരു ഹയർ സെൽഫ് എനർജിയിലേക്ക് നിങ്ങൾ മാറുന്നതാണ് ഫസ്റ്റ് തന്നെ നമുക്ക് നൽകിയിരിക്കുന്ന എനർജി. അതാണ് നിങ്ങളുടെ ആദ്യത്തെ നീതി. നിങ്ങൾ ഒരു സെൽഫ് ലവ് എനർജിയിലേക്ക് മാറാൻ പോകുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളിൽ മാറ്റം വരുമ്പം നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ ചുറ്റുപാടിനും മാറ്റം വരുന്നു എന്നാണ് കാണുന്നത്. ദ വേൾഡ് കാർഡ് എനർജിയാണ്. കാർമിക് എനർജിയിലൂടെ, അതായത് ട്രാപ്പ്ഡ് എനർജിയിലൂടെ കടന്നുപോയ വ്യക്തികളാണ് ഈ ഒരു റിലേഷനിൽ ഏറ്റവും കൂടുതൽ. ഒരുപാട് സ്ട്രെസ് എനർജി അനുഭവിച്ചിട്ടുണ്ട്. അത് പക്ഷേ മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകൾ ഒരുപാട് കേൾക്കേണ്ടി വന്നിട്ടുണ്ടാവാം. ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് ഒന്നിലധികം പ്രശ്നങ്ങൾ നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ വന്ന് നിന്നിട്ടുണ്ടാവാം ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത്. ശരിക്കും നിങ്ങളൊരു ട്രാപ്പ് എനർജിയിൽ പെട്ടുപോയ സിറ്റുവേഷൻസിലായിരുന്നു കാണും. പ്രശ്നങ്ങൾക്കൊന്നും നല്ലൊരു സൊല്യൂഷൻ കണ്ടെത്താൻ, കറക്റ്റ് ആകുന്ന ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റാത്ത വിധം നിങ്ങൾ ഒരുപാട് മോശം സിറ്റുവേഷൻസുകളെ തരണം ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവാം, എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വന്ന ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. ശരിക്കും നിങ്ങളൊരു നിമിഷം കൊതിച്ചിട്ടുണ്ടാവാം മനസ്സും ശരീരമൊക്കെ ഒന്ന് റിലാക്സ് ആയിട്ടൊരു സമാധാനപരമായിട്ടൊന്ന് ഉറങ്ങാൻ പറ്റിയിരുന്നു എങ്കിലെന്ന് നിങ്ങൾ ഒരു പക്ഷേ ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ള വ്യക്തികളുടെ എനർജി ഇതിനകത്ത് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഭയം വളരെ ശക്തമായിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഒരു ബന്ധത്തെ സംബന്ധിച്ച് ഇതിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുകയോ ഈ ഒരു റിലേഷനിൽ നിൽക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് പേടിക്കേണ്ടി വരുന്ന, അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരുന്ന സിറ്റുവേഷൻസുകളും നിങ്ങൾക്ക് ഒരു ബന്ധത്തിൽ ഉണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ നിന്നെല്ലാം നിങ്ങൾക്ക് പുറത്ത് കടക്കാൻ പറ്റുന്നുണ്ട്. ഒരു പാഷൻ എനർജിയിലേക്ക്, അതായത് നിങ്ങളിനി ആക്ഷൻ എന്തെടുത്താലും അത് പോസിറ്റീവായിരിക്കും, നിങ്ങൾക്കതിൽ നിന്ന് ഗുണങ്ങൾ ലഭിക്കും. ഒരു പക്ഷേ ഈ ഒരു ബന്ധത്തിൻ്റെ പാസ്റ്റിലേക്ക് നോക്കുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കുന്നത് നിങ്ങൾ എടുത്തിരുന്ന ആക്ഷനുകളെല്ലാം മിസ്റ്റേക്കായിരുന്നു കാണും. നിങ്ങളുടെ തീരുമാനങ്ങൾ, നിങ്ങൾ അത് ഷെയർ ചെയ്ത വ്യക്തിബന്ധങ്ങൾ, അതുപോലെ മറ്റുള്ളവരിൽ നിന്നും നിങ്ങൾക്ക് കേൾക്കേണ്ടി വന്ന തിക്തമാകുന്ന അനുഭവങ്ങൾ, ഇതെല്ലാം ബേസ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങളുടെ പാസ്റ്റ് അത്ര നല്ലതായിരുന്നില്ല ഈ ഒരു റിലേഷനെ ബേസ് ചെയ്തെന്ന് തന്നെ പറയാൻ പറ്റും. ഒരു ട്രാപ്പ് എനർജിയിൽ, ഒരു വലയത്തിൽ പെട്ട് നിന്നതുപോലെ ഒരിക്കലും തിരിച്ചു പുറത്തേക്ക് കടക്കാൻ പറ്റുന്നില്ല നിങ്ങൾക്ക്. അത് ഒരു പക്ഷേ ആഴത്തിലുള്ള ഒരു സ്നേഹത്തിൻ്റെ പുറത്തുമാകാം. പുറത്ത് കടക്കാൻ അവസരമുണ്ടായാലും നിങ്ങൾക്ക് കടക്കാൻ ഭയമായിരുന്നു. കാരണം മുന്നോട്ട് പോയാലും നല്ലതാണോ അതിൽ നിന്നാലും നല്ലതാണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ, ഉറച്ച തീരുമാനമെടുക്കാൻ പറ്റാതെ നിന്ന ഒരു സിറ്റുവേഷൻസാണ് കാണുന്നത്. അവിടെ നിന്നുമാണ് നിങ്ങൾക്കൊരു എനർജറ്റിക് ആയിട്ട്, വളരെ സ്ട്രോങ് ആയിട്ട് തീരുമാനമെടുക്കാൻ പറ്റുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഏസ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളിലേക്ക് പ്രണയം വരുന്നു എന്നാണ് പറയുന്നത്. വളരെ ശക്തമായിട്ടൊരു സ്നേഹം, ഒരു കോള് അല്ലെങ്കിൽ ഒരു മെസ്സേജ് അല്ലെങ്കിൽ ആ ഒരു പേഴ്സൻ്റെ പ്രസൻസ്, സാന്നിധ്യം നിങ്ങളിലേക്ക് പൂർണ്ണതയോടുകൂടി
തിരിച്ചു വരുന്നു എന്നതാണ് നമുക്കിവിടെ മിറാക്കിൾ എനർജിയിൽ കാണാൻ സാധിക്കുന്നത്. അൺകണ്ടീഷണൽ ലവ് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. അതായത് ഒരിക്കലും തുളുമ്പിപ്പോകാതെ, ഒരിക്കലും ഇനി ഒരു നഷ്ടം വരാത്ത വിധം ചേർത്തു പിടിക്കുക എന്ന ആ ഒരു ആഗ്രഹത്തോട് വിശ്വാസത്തോടു കൂടി തന്നെ നിങ്ങളിലേക്ക് ആ ഒരു റിലേഷൻ കണക്റ്റഡ് ആകാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു റീയൂണിയൻ എനർജിയുടെ പ്രസൻസ് ആണ് നമുക്കിതിനകത്തേക്ക് വരുന്ന ആ ഒരു മിറാക്കിൾ എന്ന് പറയുന്നത്. ഒരു പക്ഷേ ഒരു സെലിബ്രേഷനൊക്കെ ആയിരിക്കാം ഇനി മുന്നോട്ടേക്ക് കേട്ടോ. പോസിറ്റീവ് ആകുന്ന ആറ്റിറ്റ്യൂഡോട് കൂടിയതും ഗുഡ് എനർജിയോട് കൂടിയുമായ ഒരു സിറ്റുവേഷൻസ് ആണ് നിങ്ങളുടെ ലൈഫിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതായിട്ട് നമുക്ക് എനർജിയിൽ കാണാൻ സാധിക്കുന്നത്. അൺകണ്ടീഷണൽ ലവ് ആണ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. ഒരു പക്ഷേ നിങ്ങൾ എന്തെല്ലാം രീതിയിൽ വേദനിച്ചോ, എന്തെല്ലാം നഷ്ടങ്ങൾ നിങ്ങൾ നേരിടേണ്ടി വന്നോ, അതിനെയെല്ലാം നികത്തിക്കൊണ്ട് ആ മുറിവുകളെല്ലാം കരിച്ചുകൊണ്ടുള്ള ഒരു മിറാക്കിൾ എനർജി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. നിങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പം വളരെയധികം ഓവർ തിങ്കിങ് ആണ്. അതായത് ഒരുപാട് നെഗറ്റീവ് തോട്ട്സുകൾ, കൺഫ്യൂഷൻ, ഒരു പക്ഷേ നിങ്ങളുടെ ആ ഒരു മെച്യൂരിറ്റിക്ക് അപ്പുറത്തേക്ക് പോലും നിങ്ങൾ കടന്ന് ചിന്തിക്കേണ്ടി വരുന്ന ചില സിറ്റുവേഷൻസുകളുണ്ട്. ഒരു ലോങ് ടൈം സക്സസ് എനർജി പാസ്റ്റിൽ ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നു. ഈ ഒരു റിലേഷനെ ഒരു ഹെൽത്തി റിലേഷനായിട്ട് നിങ്ങൾ വളരെ പ്രാധാന്യത്തോടു കൂടി കണ്ടിരുന്നു. വളരെയധികം ഇതിനകത്ത് ഏറ്റവും മുന്നിൽ നിന്ന് ഈ ഒരു ബന്ധത്തിന് വേണ്ടി പ്രവർത്തിച്ചതും നിങ്ങൾ തന്നെയായിരുന്നു കേട്ടോ. പക്ഷേ ആ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് നിങ്ങൾക്ക് നേരിടേണ്ടി വന്നത് നെഗറ്റീവാകുന്ന എക്സ്പീരിയൻസുകളായിരുന്നു. അത് ആ പേഴ്സണിൽ നിന്നാണെങ്കിലും നിങ്ങൾക്ക് ചുറ്റുമുള്ള വ്യക്തിബന്ധങ്ങളിൽ നിന്നാണെങ്കിലും എല്ലാം നിങ്ങൾക്ക് ചൂഷണം നേരിടേണ്ടി വന്ന സിറ്റുവേഷൻസാണ് കാണുന്നത്. അപ്പം അതിനെ ബേസ് ചെയ്ത് നോക്കുമ്പം നിങ്ങൾക്കിനി ഈ ഒരു റിലേഷനെ നിങ്ങളുടെ കൺട്രോളിൽ നിർത്താൻ പറ്റും, നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾക്കതിനെ ഫോക്കസ് ചെയ്യാൻ പറ്റും. ടെൻഷൻ ഇല്ലാതെ, ഒരു രീതിയിലും നിങ്ങൾക്ക് വേദന ഇല്ലാതെ നിങ്ങൾക്ക് ഈ ഒരു റിലേഷനെ നേരിടാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ ഈ റിലേഷനുമായിട്ടുള്ള സിറ്റുവേഷൻസിനെ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് നേരിടാൻ പറ്റുന്ന ഒരു എനർജിയിലേക്ക് നിങ്ങൾ മാറുമെന്നാണ് കാണുന്നത്. 9 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ പാസ്റ്റിൽ ഈ ഒരു ബന്ധത്തെ ബാലൻസ് ചെയ്യാൻ എത്രത്തോളം സ്ട്രഗിൾ ചെയ്തോ അതിൻ്റെ 1/4 പോലും നിങ്ങൾക്കിനി മുന്നോട്ടേക്ക് ഈ ഒരു ബന്ധം വന്നു കഴിയുമ്പം മാനേജ് ചെയ്യാൻ അല്ലെങ്കിൽ കൊണ്ടുപോകാൻ സ്ട്രഗിൾ ചെയ്യേണ്ടി വരികയില്ല എന്നാണ് നമുക്ക് കാണുന്നത്. അത്രത്തോളം ഫ്രഷായിട്ടായിരിക്കും നിങ്ങളിലേക്ക് ആ ഒരു ബന്ധം വന്നു ചേരാൻ പോകുന്നത്. ഇതിനകത്തിപ്പോൾ ഏറ്റവും വലിയൊരു മെയിനായിട്ടുള്ളൊരു എനർജി എന്ന് പറഞ്ഞാൽ അവർ നിങ്ങളെക്കുറിച്ച് ആരോടൊക്കെയോ അന്വേഷിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ യാതൊരുവിധ കോണ്ടാക്റ്റും ഇല്ല എങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആരൊക്കെയോ ആയിട്ട് ഇവർ ഈ ഒരു കാര്യത്തെക്കുറിച്ച്, നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ സിറ്റുവേഷൻസിനെ കുറിച്ചും നിങ്ങളുടെ ഹെൽത്ത് വെൽത്ത് എനർജിയെക്കുറിച്ച് വരെ, സാമ്പത്തികപരമായിട്ടും നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാനിങ്ങിനെ കുറിച്ചും എല്ലാം അവർ വിശദമായിട്ട് അന്വേഷിച്ച് അറിയുന്നുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല കേട്ടോ. എപ്പോഴും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ഓർമ്മയുണ്ട് എന്നുള്ളത് 100% ഉറപ്പാണ്. ഈ ഒരു വ്യക്തിയെ വിശ്വസിക്കാവുന്ന ഒരു പേഴ്സൺ ആണോ എന്ന ചോദ്യത്തിന് ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവർക്ക് തന്നെ ഒരു ക്ലാരിറ്റി ഇല്ലാത്ത ലൈഫാണ്. അവർ തന്നെ സെൽഫ് ബന്ധനത്തിലാണ്. അവർ പറയുന്നതിലോ പ്രവർത്തിക്കുന്നതിലോ ഒന്നും അവർക്ക് ഒരു നിശ്ചയദാർഢ്യവും ഇല്ലാത്തൊരവസ്ഥയിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. കാരണം അവരെ സംബന്ധിച്ച് വീണടം വിഷ്ണു ലോകം എന്നൊക്കെ പറയുന്ന പോലെ ഒരു അവസ്ഥയാണ്. നാളെക്കുറിച്ച് ചിന്തിക്കാനോ ഒരു വിജയത്തിലേക്ക് എത്താനോ ഒന്നും ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിച്ചാലും ഒരു ബർഡൻ എനർജിയാണ് ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച്. ഈ ഒരു ജന്മം അവരെ സംബന്ധിച്ച് അവർക്ക് ഒരുപാട് നെഗറ്റീവ് എക്സ്പീരിയൻസുകളാണ് ലഭിക്കാൻ സാധ്യത. അവരെത്ര പൂർണ്ണമായിട്ട് ഒരിടത്ത് നിന്നാലും അവസാനം അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഒരു ഫെയിലിയർ എനർജിയാണ്. അതായത് അവർക്ക് എത്ര പെർഫെക്റ്റായിട്ട്, എത്ര ജെനുവിനിറ്റിയിൽ നിന്നാലും അവരെ സംബന്ധിച്ച് അവർക്ക് തിരിച്ച് കേൾക്കേണ്ടി വരുന്നത് നെഗറ്റീവാകുന്ന കാര്യങ്ങളാണ്. അത് അവരുടെ ചൈൽഡ്ഹുഡ് കാലം മുതൽക്കേ ഒരു പക്ഷേ അവരങ്ങനെ ഒരു ഫെയിലിയർ എനർജിയിലൂടെ, എപ്പോഴും തോൽവികൾ മാത്രം ഏറ്റുവാങ്ങിയ ഒരു എനർജിയിലൂടെ പോകുന്ന വ്യക്തി ആയതുകൊണ്ടും ജീവിതത്തിന് കറൻറ്റ്ലി ഒരു അർത്ഥമില്ലാത്ത അവസ്ഥയിലൂടെ നിൽക്കുന്ന ഒരു പേഴ്സൺ ആയിട്ടുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവർക്ക് എന്തൊക്കെ ഉണ്ടെങ്കിലും
അവർക്കൊരു ശൂന്യതയാണ് അവരിൽ മുന്നിൽ എപ്പോഴും വരുന്നത്. ഒരു പെർഫെക്ഷനസ് ഇല്ല, അവർക്കൊരു ക്ലിയറൻസ്, അല്ലെങ്കിൽ ഞാൻ ഓക്കെയാണ്, എന്നെക്കൊണ്ട് സാധിക്കുമെന്ന് ചിന്തിക്കുക എന്നുള്ള ആ ഒരു ചിന്ത അവരിൽ കുറവായിട്ടാണ് കാണുന്നത്. അതിൻ്റെ ഫലമെന്ന് പറയുന്നത് അവർക്ക് ബർഡനാണ്. ആ ഒരു ബർഡൻ്റെ ഫലമായിട്ട് ഈ ഒരു വ്യക്തിയുമായിട്ട് ആരൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്താലും അവരെ ഒരിക്കലും ഈ ഒരു വ്യക്തിക്ക് ആത്മാർത്ഥതയോടുകൂടി കണക്റ്റ് ചെയ്യാൻ സാധിക്കാതെ വരുന്നു. കാരണം അവരുടെ ഒരു ചൈൽഡ്ഹുഡ് കാലം മുതൽക്കുള്ള അവരുടെ ഉള്ളിൽ കിടക്കുന്ന കുറേ ട്രോമയാണ് അവരുടെ ജീവിതത്തിനെ അവരോടൊപ്പം ചേരുന്ന എല്ലാവരോടും നെഗറ്റീവാകുന്ന സാഹചര്യത്തിലൂടെ പെരുമാറേണ്ടി വരുന്ന സിറ്റുവേഷൻസും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് ഈ ഒരു പേഴ്സണെ വിശ്വസിക്കാമോ എന്നുള്ളൊരു ചോദ്യത്തിന് നമുക്ക് ഡബിൾ എനർജി, മൂൺ എനർജിയും ചാരിയറ്റും 6 ഓഫ് സോഴ്സുമാണ് വന്നിരിക്കുന്നത്. നെഗറ്റീവ് കാർഡ്സുകളാണ് വന്നിരിക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ച് ആ ഒരു വ്യക്തിക്ക് അവരിൽ തന്നെ വിശ്വാസമില്ല, എന്തൊക്കെയോ ചെയ്യുന്നു, മുന്നോട്ടേക്ക് ജീവിക്കുന്നു. അതായത് ഇപ്പം നമ്മൾ പറഞ്ഞതുപോലെ വീണടം വിഷ്ണുലോകം എപ്പോഴാണോ എന്താണോ ഇപ്പം അതിന് മാത്രം, അതായത് മറ്റൊരാളോടൊരു കമ്മിറ്റ്മെൻറ്റ് ഫീൽ ചെയ്യുക, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇമോഷൻസ്, മറ്റുള്ളവരുടെ ഒരു വേദനയ്ക്ക് വാല്യൂ കൊടുക്കുക, ഇതിലൊന്നും ആ ഒരു പേഴ്സണ് യാതൊരുവിധ പ്രാധാന്യം, ആ ഒരു ആത്മാർത്ഥത അവരിലില്ല. അങ്ങനെ ഒരു റെസ്പോൺസിബിലിറ്റി അവർ ഏറ്റെടുക്കാത്ത ഒരു മാനസിക അവസ്ഥയാണ്. കാരണം അവരുടെ ട്രോമകളാണ്. അവരിപ്പോൾ ചൈൽഡ്ഹുഡ് കാലം മുതൽക്ക് അവർക്ക് നേരിടേണ്ടി വന്ന ചില ട്രോമാസ് തന്നെയാണ് അവരുടെ ജീവിതത്തെ അങ്ങനെ ആക്കിയതും അവർക്ക് കൂടെ ഉള്ളവർക്ക് ഒരിക്കലും ഒരു സാറ്റിസ്ഫാക്ഷൻ ഈ വ്യക്തിക്ക് കൊടുക്കാൻ പറ്റാത്തതുമായിട്ട് കാണുന്നത്. ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് എല്ലാവരുമായിട്ട് സെലിബ്രേറ്റഡ് ആയിരിക്കും, എല്ലാവരും ഇമോഷണലി കണക്റ്റ് ചെയ്യും. ഒന്നിലധികം ബന്ധങ്ങളിലൂടെ കടന്നു പോകുന്നൊരു പേഴ്സണായിട്ട് നമുക്കൊരു പക്ഷേ പറയേണ്ടി വരും. മറ്റുള്ളവരെ അട്രാക്റ്റ് ചെയ്താലും അവരുടെ ചില നീഡ്സ്, അവരുടെ ചില ആവശ്യങ്ങൾക്കപ്പുറത്തേക്ക് ഒരു ബന്ധത്തിലും ഈ ഒരു പേഴ്സൺ കണക്റ്റഡ് ആവാറില്ല. ഒരിടത്തും ഈ ഒരു വ്യക്തി ഉറച്ചു നിൽക്കാറില്ല. അവരുടേതാകുന്ന ചില ആവശ്യങ്ങൾക്കപ്പുറത്തേക്ക് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന പേഴ്സണ് ആരോടും ഒരു രീതിയിലുമുള്ള ഒരു ദയയോ സ്നേഹമോ റെസ്പെക്റ്റോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഒരു ഡബിൾ എനർജി പ്രസൻസാണ്. അവരുടെ ലക്ഷ്യത്തെ ഫോക്കസ് ചെയ്ത് മാത്രമാണ് അവരോരോ ബന്ധങ്ങളിലും ചെന്ന് ചാടുകയുള്ളൂ എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ശരിക്കും അവരെ സംബന്ധിച്ച് ഒരു പവർ ലോസാണ്. അതായത് ഒരു അഡിക്ഷൻ, ചില കാര്യങ്ങളോട് തോന്നുന്ന അഡിക്ഷനപ്പുറത്തേക്ക് അവരൊരിടത്തും സ്ഥായി ഭാവത്തിൽ നിൽക്കാറില്ല. അവർക്ക് സ്ഥിരതയില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. തീർച്ചയായിട്ടും ഇവിടെ അവരെ സംബന്ധിച്ച് അവർക്കൊരു കമ്മിറ്റ്മെൻറ്റ് ഫീൽ ചെയ്യുന്നത് ഒരു പക്ഷേ ഏതെങ്കിലും ഫെമിനിയൻ എനർജികളോടോ മദർ എനർജിയോടൊക്കെ മാത്രമാണ്. അവർ കുറച്ചെങ്കിലും ഒരു കമ്മിറ്റ്മെൻറ്റ്, ഒരു ദയോട് കൂടി നിൽക്കാൻ സാധ്യതയുള്ള അതിലൊരു എനർജി നിങ്ങളുടേതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവർക്ക് കുറച്ചെങ്കിലും ഒരു ആത്മാർത്ഥത, അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ തട്ടി ഒന്ന് ചിന്തിക്കുന്നത് നിങ്ങളെക്കുറിച്ച് തന്നെയാണ്. അതിൻ്റെ ഫലമായിട്ടാണ് നിങ്ങളിലേക്ക് ഈ ഒരു അൺകണ്ടീഷണൽ ലവ് വരാൻ പോകുന്നത്. ഒരു ന്യൂ ബിഗിനിങ് അവർ നടത്താൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ടാണ്. ഫ്യൂച്ചറിനെ കുറിച്ച് അവർക്ക് അത്ര വലിയ ക്ലാരിറ്റി ഒന്നും ഇല്ലെങ്കിൽ പോലും അവരൊരു ചെറിയ പ്ലാൻ വെക്കുന്നുണ്ട്. അതായത് ഒരു പക്ഷേ നിങ്ങളുമായിട്ട് മുന്നോട്ടേക്ക് പോകണം എന്നുള്ള ആ ഒരു ആഗ്രഹം അവരെ വളരെയധികം കണക്റ്റ് ചെയ്യുന്നുണ്ട്. 6 ഓഫ് സോഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ എസ്കേപ്പിംഗ് ചെയ്തോ, അതായത് നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ നിന്ന് ഓവർകം ചെയ്തോ, വിട്ടുപോയോ എന്നുള്ള ഒരു തോന്നൽ അവരെ വല്ലാതെ പിടിച്ചുലയ്ക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവരുടെ ഒരു സ്വപ്നം എന്ന് പറയുന്നതും നിങ്ങളുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ് കേട്ടോ. ഒരു പക്ഷേ നിങ്ങളെ അവർക്ക് സ്വന്തമാക്കാൻ സാധിച്ചില്ലെങ്കിലും നിങ്ങളുടെ പ്രസൻസ് അവർ ഇഷ്ടപ്പെടുന്നുണ്ട്. നിങ്ങളെന്ന് പറയുന്ന വ്യക്തിക്ക് അവരൊരു റെസ്പെക്റ്റ്, ഒരു വാല്യൂ കൽപ്പിക്കുന്നുണ്ട്. അവരുടെ മദർ എനർജിയോട് സെയിം ആയിട്ട്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഗാർഡിയൻ എനർജിക്ക് തുല്യമായിട്ട് അവർ നിങ്ങളെ കാണുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവരുടെ ഉള്ളിലുണ്ട്, ഇത്രയും കാലം നിങ്ങൾ കൊടുത്തത് അവർ സ്വീകരിച്ചവരാണ്. തിരിച്ച് നിങ്ങൾക്കും അത് മടക്കി തരണം. അതായത് ഈ ഒരു ബന്ധം തകർന്നു പോയി, അല്ലെങ്കിൽ ഈ ഒരു ബന്ധം പൂർണ്ണമായിട്ടും ഒന്നുമല്ല, ശൂന്യതയിലേക്ക്, രണ്ടും രണ്ടു വഴിക്കായി എന്നുള്ള ആ ഒരു തോന്നലിൽ നിന്നും തിരിച്ചു വരണമെന്നും ഈ ഒരു പേഴ്സൺ ആഴത്തിൽ ആഗ്രഹിക്കുന്നുണ്ട്. എപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് ആ ഒരു വ്യക്തിയുടെ എനർജിയിലേക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. പക്ഷേ ആ ഒരു പേഴ്സൻ്റെ പ്രശ്നമെന്ന് പറയുന്നത്
ഒരു പക്ഷേ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റഡ് ആയാലും പെട്ടെന്ന് ആ ഒരു ഇറിറ്റേഷൻ എനർജി വരും. അതായത് ഇവരുടെ ആ ഒരു ചൈൽഡ്ഹുഡ് കാലഘട്ടം മുതലുള്ള കുറേ ട്രോമ എനർജി ഉണ്ട് ഇവരുടെ ലൈഫിൽ. പലയിടങ്ങളിൽ നിന്നും പല സമയങ്ങളിൽ നിന്നും ഇവർ നേരിടേണ്ടി വന്ന ചില തിക്ത അനുഭവങ്ങളായിരിക്കാം അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒന്നിനോടും ഒരു കമ്മിറ്റ്മെൻറ്റ്, ആത്മാർത്ഥത, ഒരു ആഴത്തിലുള്ള സ്നേഹം ഫീൽ ചെയ്യാത്തത്. ഒരു പക്ഷേ എന്തെങ്കിലും നഷ്ടങ്ങൾ ഈ ഒരു വ്യക്തിയുടെ പാസ്റ്റിലേക്ക് നോക്കുമ്പോൾ നടന്നിട്ടുമുണ്ടാവാം. അപ്പോൾ അതിനെയെല്ലാം ബേസ് ചെയ്ത് ഏകദേശം അവരുടെ മനസ്സിനകത്ത് ക്ലാരിറ്റി വരുത്തേണ്ട, ക്ലിയർ ആവേണ്ട കുറേ കാര്യങ്ങളുണ്ട് എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ബന്ധത്തിലെ മിറാക്കിൾ എന്ന് പറയുന്നത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തന്നെ ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നു. ഒരു പ്രകാശം, ഒരു ഹാപ്പിനെസ് നിങ്ങൾക്ക് വരാൻ പോകുന്നതായിട്ടാണ് കാണുന്നത്. കാരണം ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളെ അവർ കാണുന്നത് ഒരു ഗാർഡിയൻ എനർജിയിലാണ്. ഒരു മദർഹുഡ് ഏറ്റവും നല്ല രീതിയിൽ, അതായത് ഒന്നും പ്രതീക്ഷിക്കാതെ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ ഒന്നും പ്രതീക്ഷിക്കാതെ അവർക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു എനർജി എന്ന് തന്നെ അവർ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾക്കവർ അവരുടെ ജീവിതത്തിൽ ഒരു വാല്യൂ നൽകുന്നുണ്ട്. മനസ്സുകൊണ്ട് അവരൊരു വാല്യൂ നൽകുന്നുണ്ട്. പുറമേ അത് പ്രകടിപ്പിക്കുന്നില്ലെങ്കിൽ പോലും എന്താണെങ്കിലും നിങ്ങൾക്കിടയിലെ പ്രതിസന്ധി, കുറച്ച് തടസ്സങ്ങളുണ്ട്. ഒരു പക്ഷേ കുറച്ച് പേര് ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാം. അതുപോലെ കുറച്ച് പേർക്ക് മറ്റു പ്രതിസന്ധികളുണ്ടാവാം, തടസ്സങ്ങളുണ്ടാവാം. കരിയറിനെ ബേസ് ചെയ്തോ സാമ്പത്തികത്തെയൊക്കെ ബേസ് ചെയ്തോ ഒക്കെ കുറച്ച് സ്ട്രഗ്ലിങ് ചെയ്യുന്ന വ്യക്തികളുണ്ടാവാം. എന്താണെങ്കിലും പ്രതിസന്ധികളെ തരണം ചെയ്യുന്ന സിറ്റുവേഷൻസ് ആണ്. നിങ്ങൾ എത്രത്തോളം കോൺഫിഡൻസ് ആണോ, എത്രത്തോളം ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾ ആഴത്തിൽ വിശ്വസിക്കുന്നുണ്ടോ, അത്രത്തോളം നിങ്ങളിലേക്ക് ഒരു റിലേഷൻ വന്നു ചേരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അഫർമേഷൻസ് എന്ന് പറയുന്നത് നിങ്ങൾ തമാശയായിട്ട് കാണണ്ട. നിങ്ങൾ പോലും ചിന്തിക്കാത്ത ഒരു മിറാക്കിൾ ആയിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ അഫർമേഷൻസ് എഴുതിയാൽ വരുന്നത്. എഴുതുമ്പം ആലോചിച്ച് മാത്രം ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തു കുറവുകളെയും മറികടന്ന് ആ വ്യക്തിയെ സ്വീകരിക്കാമെങ്കിൽ മാത്രമാണ് നിങ്ങൾ അഫർമേഷൻസുകൾ എഴുതാൻ പാടുള്ളൂ. പ്രപഞ്ചം നിങ്ങൾക്കെതിരെ നിൽക്കുന്ന ഒരു കാര്യങ്ങളും നിങ്ങൾ ചെയ്യരുത്. അതുപോലെ തന്നെ അവരിപ്പം നിങ്ങളിൽ നിന്നും വിട്ടുപോയി എന്നുള്ളത് സത്യമാണ്. പക്ഷെ അവർ എഫോർട്ട് എടുക്കാനും തയ്യാറാകുന്ന സിറ്റുവേഷൻസ് ആണ് കാണുന്നത് കേട്ടോ. എന്താണെങ്കിലും നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന എനർജി എന്ന് പറയുന്നത്, നിങ്ങൾ എന്തൊക്കെയായിരുന്നു അവർക്ക് വേണ്ടി ചെയ്തത് അതെല്ലാം തിരിച്ച് നിങ്ങൾക്ക് വേണ്ടി അവർ ചെയ്യും. ഒരു പ്രതിജ്ഞാബദ്ധതയായി, അതായത് നിങ്ങളെ അറിഞ്ഞ ആഴത്തിൽ ആ ഒരു ബന്ധം നിങ്ങളിലേക്ക് വരും എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്ന മിറാക്കിൾ.